ഗദർ സാർ വളരെ ഉള്ളിൽ തട്ടിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, അതിന് ആശംസകൾ നേർന്നു. നമുക്ക് ഇന്ന് ഏതാണ്ട് കഴിഞ്ഞ 20 ദിവസം കഴിഞ്ഞ ആഴ്ചയിലെടുത്തു നമ്മുടെ റഫീ സാഹിബിൻ്റെ 100ാമത്തെ ജന്മദിനം ആചരിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സംഗീത ലോകത്ത് ഇന്നും മുടിമൂച്ചൂടാൻ മന്നനായി നിൽക്കുന്ന റഫീ സാഹിബിൻ്റെ ഒരു ഗാനം, അക്കേലെ ഹേ ചലേ ആവോ എന്ന ഗാനം, അത് റാസ് എന്ന സിനിമയിൽ 1967 ഷമീം ജയ്പൂരി രചന നിർവഹിച്ച് കല്യാൺ ജിയാലിൻ്റെ സംഗീതം നൽകിയ ഗാനം റഫീ സാഹിബ് പാടിയത് നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നു അബ്ദുൾ റഹൂഫ് സാഹിബ് കൊച്ചി. റഹൂഫ് സാഹിബ് നമ്മുടെ ഒരു സ്ഥിരം ഗായകനാണ്, ആസ്ഥാന ഗായകനെന്ന് വരെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യര്, നമ്മൾ ഈ സർഗസായാഹ്നം എന്ന് പറയുന്ന ഒരു പരിപാടി ഫ്രൈഡേ ക്ലബ്ബ് ആസൂത്രണം ചെയ്തു എന്ന് അബൂബക്കർ സാഹിബ് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും പോകും, ആഴ്ചയിലും ചിലടത്തൊക്കെ മാസത്തിലൊരു ദിവസം എന്തെങ്കിലും ഒരു കൂടിയാലോചന നടത്തുന്ന ഒരു പതിവുണ്ട്. അത് ചില സ്ഥലത്തൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെയാണ്. കാരണം യുവാക്കളുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. പലപ്പോഴും ഈ റിട്ടയർ ചെയ്ത ആളുകളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ വളരെ ക്രിയാത്മകമായ ചർച്ചകളും അവതരണങ്ങളുമൊക്കെയാണ് സാധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ മാസത്തിലൊരിക്കലെങ്കിലും ഫ്രൈഡേ ക്ലബ്ബ് ചേരുമ്പോൾ അത്തരമൊരു പരിപാടി നടത്തുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. നമ്മൾ ഈ ഫ്രൈഡേ ക്ലബ്ബായാലും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിപാടി ആയാലും നമുക്ക് കൂടിയിരിക്കാൻ കിട്ടുന്നൊരവസരം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം ഒട്ടുമിക്ക മനുഷ്യരും ഒരുതരം ഏകാന്തതയുടെ ദുരിതത്തിലാണ്. നമ്മുടെ വീടുകൾ തന്നെ നമുക്ക് ഏകാന്തത സമ്മാനിക്കുന്ന ഇടങ്ങളായി മാറി. കാരണം നമ്മുടെ കുട്ടികളെല്ലാം പലരും വിദേശത്താണ്, മക്കൾ പഠിക്കുന്നത് പുറത്താണ്. പുതിയ തലമുറയ്ക്കാണെങ്കിൽ നാട്ടിൽ നിന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹമേ ഇല്ല. അങ്ങനെ വാർദ്ധക്യമെന്ന് പറയുന്നത് ഏകാന്തതയുടെ വലിയ ഒരു കടൽപ്പരപ്പായി മാറുന്ന അവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടണമെങ്കിൽ നമുക്കിങ്ങനെ കൂടിയിരിക്കാനും വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും കേൾക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തിക്കൂടാൻ പാടില്ലാത്ത അവസരങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന സർഗസായാഹ്നം എന്ന് പറയുന്ന പരിപാടി നിരന്തരം ഇവിടെ നടക്കുന്ന ഫ്രൈഡേ ക്ലബിൻ്റെ പ്രോഗ്രാമിൽ നിന്നും വ്യതിരിക്തമായ മറ്റൊന്നാണ്. അതിനെ എത്ര മനോഹരമാക്കി എടുക്കാമെന്നുള്ളത് നിങ്ങളുടെയൊക്കെ പങ്കാളിത്തത്തിനെ ആസ്പദമാക്കിയായിരിക്കും ഉണ്ടാവുക. പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം, എന്തിന് ഒരു മാസം വായിച്ച പത്രത്തിലെ പ്രധാന വാർത്തകളെ വെച്ചുകൊണ്ടൊരു മീഡിയ സ്കാൻ ചെയ്യാൻ പറ്റും. അതിനെ ആസ്പദമാക്കി ചർച്ച ചെയ്യാൻ പറ്റും. തിരഞ്ഞെടുക്കുന്ന വിഷയം നമുക്ക് ഏതുമാവാം. പക്ഷേ ഒരു മാസം നമ്മൾ വായിച്ച വാർത്തകളെ നമ്മളൊന്ന് അടിവരയിട്ട് നമുക്ക് ക്രോഡീകരിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്കോപ്പുള്ളൊരു കാര്യമാണ് ഈ സർഗസായാഹ്നം എന്ന് പറയുമ്പോൾ തന്നെ സർഗാത്മകത അതിനകത്തുണ്ടല്ലോ. സർഗാത്മകതയെ വളരെ ലളിതമായി വ്യാഖ്യാനിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ദൈനംദിനം നമ്മൾ വളരെ സാധാരണയായി ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് തന്നെ അസാധാരണം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി അതാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഫിസിക്സിൻ്റെ പ്രൊഫസർ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടി അതിരാവിലെ നടക്കുക. അപ്പോൾ ഒരു പൂവിതളിൽ മഞ്ഞുതുള്ളി വീണിട്ട് അതിങ്ങനെ താഴേക്ക് വളഞ്ഞു നിൽക്കുക.
അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫസർ പറഞ്ഞു, നോക്കൂ, ഹിമകണം വന്ന് വീണ് ആ പൂവിതൾ നാണം കൊണ്ട് കുണുങ്ങി തലകുമ്പിട്ട് നിൽക്കുക. അപ്പോൾ ഫിസിക്സിൻ്റെ പ്രൊഫസർ പറഞ്ഞു, എന്തബദ്ധമാണ് ഈ പറയുന്നത്, അത് ലോ ഓഫ് ഗ്രാവിറ്റിയുടെ പ്രത്യേകതയാണ്. ആ പൂവിൻ്റെ മേലെ ഒരു മഞ്ഞത്തുള്ളി വന്നിരുന്നപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റിയിൽ ചേഞ്ച് വന്നു, അതുകൊണ്ട് അത് വളഞ്ഞു വന്നതാണ്. ഇതാണ് സർഗാത്മകതയുടെ വ്യത്യാസം. ഒരു മഞ്ഞത്തുള്ളി പൂവിതളിൽ വന്നു വീണപ്പോൾ അതിനെ വളഞ്ഞു നിൽക്കുന്നതിനെ സാഹിത്യ പഠിപ്പിക്കുന്ന പ്രൊഫസർ വേറൊരു രീതി കണ്ടു, മറ്റേ ആളോ സാധാരണ കാണുന്ന പോലെ കണ്ടു. അതാണല്ലോ സത്യം. അപ്പോൾ ഇതാണ് ഈ സർഗാത്മകതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഏതിനെയും വ്യതിരിക്തമായ രീതിയിൽ കാണാൻ കഴിഞ്ഞാൽ അത് സർഗാത്മകതയാണ്. ഇതെല്ലാവരിലും ഉണ്ട്. അങ്ങനെ സർഗജനനായ ഒരാളാണ് നമ്മളിന്ന് വിഷയത്തിലേക്ക് കൊണ്ടുവരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊന്നുമുള്ള കുടുംബമായിരുന്നില്ല. അത്യുന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളല്ല. 8-9 വർഷം ഇങ്ങനെ പരദേശിയായിട്ട് തീവ്രാനുഭവങ്ങളുടെ ഒരു തീച്ചുളയിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടി നിരന്തരമായ ജയിൽവാസങ്ങൾ അനുഭവിച്ചു. അവിടെ ഘോരമായ മർദ്ദനങ്ങൾ കണ്ട് ചോര ധരിക്കുന്ന മർദ്ദനങ്ങൾക്ക് സാക്ഷിയായി. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരുപാട് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെ യാത്ര ചെയ്തു വന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. എഴുതിയതാവട്ടെ, അതാണ് നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്നത്. ഇത് കടിച്ചാൽപ്പെട്ടാത്ത ഒരു സാധനവും ബഷീറിൻ്റെ കൃതികളിലില്ല. വെറും സാധാരണമായിട്ടുള്ള ഭാഷ. അന്ന് വരെ കൈകാര്യം ചെയ്തിരുന്ന ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആഖ്യയുണ്ടോ, ആഖ്യാതമുണ്ടോ, കർത്താവുണ്ടോ, കർത്തരിയുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയാണ്. അപ്പോൾ ബഷീർ പറഞ്ഞാൽ എന്താണെന്നറിയാമോ, പോപ്പില്ലേ. അത് അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രയോഗമുണ്ട്, സിമ്പിൾ ഗ്രാസ്. എനിക്കതൊരു വിഷയമല്ല, ഞാൻ എഴുതുന്നത് എൻ്റെ രീതിയിലാണ്. അതിനാഗ്യവാക്യാതൊന്നും ഉണ്ടാവില്ല. പക്ഷേ സാധാരണ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എത്രയോ പദാവലികളാണ് ബഷീറിൻ്റെ കൃതികളിലേക്ക് കടന്നു വന്നത്. നമുക്ക് കേട്ട് പരിചയമുള്ള പേരുകളില്ലേ, കുന്ത്രാപ്യബുസാട്ടം, എവിടെയും കേട്ടിട്ടുള്ളത്. ഒരു ഒത്തിരി പേരുന്നതുമായിട്ടുള്ള ചർച്ചയാണ്. ഒരു ഡുംകൂസൻ കാർഡ്, അതായത് ഒരു ഗ്രീറ്റിംഗ് കാർഡ് കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഡുംകൂസൻ കാർഡ്. ഇങ്ങനെ ഒരുപാട് പദാവലികളുണ്ട്. അതായത് മലയാളത്തിലെ അതുവരെ കേൾക്കാത്ത പുതിയ വാക്കുകൾ എന്നെ ഒന്ന് നിങ്ങളുടെ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ബഷീറിൻ്റെ പുറകെ നടക്കുന്ന അവസ്ഥ. അങ്ങനെയാണ് ഈ പറയുന്ന പദങ്ങളെല്ലാം കയറി വരുന്നത്. അതുവരെ ആരും കേൾക്കാത്തതാണ്. ബഷീർ എഴുതുന്ന വളരെ വളരെ സാധാരണമായ രീതിയിലാണ്. വളരെ വായിക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. പക്ഷേ ഈ പറയുന്ന കാര്യത്തിനകത്തൊക്കെ ഉണ്ടല്ലോ വലിയ സാമൂഹ്യ വിമർശനങ്ങളുണ്ട്. അത് അദ്ദേഹം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഒരു വകയും ഫലിതത്തിലല്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഹാസ്യത്തെ രൂപേണല്ലാതെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല. ബഷീറിൻ്റെ ദർശനം എന്ത് എന്ന് സാഹിത്യം നിന്ന് വായിച്ചിട്ട് പലരും നോക്കിയാൽ പലർക്കും പലതും കാണാൻ പറ്റും. പക്ഷെ എനിക്ക് വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അനുകമ്പയും. അദ്ദേഹത്തിൻ്റെ ഉടനീളമുള്ള എല്ലാ കൃതികളിലും നമ്മളിതിങ്ങനെ ഒന്ന് പരത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ അനുകമ്പയുടെ അംശങ്ങളുണ്ടാവും. ഉടനീളം അനുകമ്പയാണ്. ഈ സൂഫി ഫിലോസഫിയുമായിട്ട് അദ്ദേഹത്തെ അടുപ്പിക്കുന്നതും ഈ അടിസ്ഥാനപരമായ അനുകമ്പയാണ്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് അനുകമ്പയാണ്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിലെന്ന് പറയാതെ നമ്മൾ എന്തെങ്കിലും തുടങ്ങാറുണ്ടോ? ഇല്ലല്ലോ. ആ കരുണാനിധിയെ പിന്തുടരുന്ന നമ്മൾ അനുകമ്പയുള്ളവരാവണ്ടേ? അദ്ദേഹത്തിന് മാത്രം അനുകമ്പ ഉണ്ടാകാൻ മതി. ഭൂമിയിൽ നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതും ഈ അനുകമ്പയുടെ വാർത്തകരായിട്ടാണ്, വാഹകരായിട്ടാണ്. അപ്പോൾ ഈ അനുകമ്പ നമ്മളിൽ ഉണ്ടാവണം.
ഇതാണ് അദ്ദേഹത്തിൻ്റെ ദർശനം. അദ്ദേഹത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൽ ഹക്ക് സൂഫിസത്തിൻ്റെ ഒരു പ്രമാണമാണ്. അതായത് ഞാൻ എൻ്റെ പടച്ചവൻ അല്ലെങ്കിൽ ഈശ്വരൻ അതെന്നിലുണ്ട്, ഞാൻ അതിൻ്റെ അംശമാണ്, അത് എൻ്റെ അംശമാണ്. ആ ഒരു ഫിലോസഫി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, എൻ്റെ മനസ്സിൽ ഈ അനുകമ്പ ഞാൻ സൂക്ഷിക്കുന്നിടത്തോളം കാലം ഞാൻ ഈശ്വരൻ്റെ സാമീപ്യത്തിലാണ്. അതുകൊണ്ട് മറ്റ് പ്രാർത്ഥനാ രീതികളൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയും ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആയിരുന്നോ ബഷീർ എന്ന് ചോദിച്ചാൽ പ്രാക്ടീസിങ് മുസ്ലിം ആയിരുന്നില്ല. പക്ഷേ മനുഷ്യരോട് അടങ്ങാത്ത അനുകമ്പ മനസ്സിൽ സൂക്ഷിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ആനവാരിയും പൊൻകുരിശും. ഒരുപാട് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടംപോലെ വായിക്കുന്ന പുസ്തകങ്ങളാണ് അതൊക്കെ. അതിൽ പോലും ഈ ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്നത് പൊൻകുരിശ് മോഷ്ടിക്കാൻ പോയ തോമയുടെ കഥയാണ്. പക്ഷെ തോമ പൊൻകുരിശ് മോഷ്ടിക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാണ്? തോമയ്ക്ക് വേണ്ടിയല്ല. തോമ ജയിലിൽ കിടക്കുക. അപ്പം അവിടെ പളുങ്ക് കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ട്. ഘോരമായ മഴ പുറത്ത്. അപ്പോൾ ഒരു വീട് കത്തിച്ചിട്ട് ഇരുമ്പഴികൾക്കുള്ളിലൂടെ തോമയ്ക്ക് കൊടുക്കും. തണുപ്പല്ലേ, ഒന്ന് വലിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പളുങ്ക് കുഞ്ഞച്ചൻ തൻ്റെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന കഥകളൊക്കെ പറയുകയാണ്. എനിക്ക് 7 പെൺമക്കളാണ്, ആരെയും കെട്ടിച്ചിട്ടില്ല. മൂസയിന് 35 വയസ്സായി. ഭാര്യ തളർവാദം വന്ന് കിടക്കുകയാണ്. 2 മാസം കഴിയുമ്പോൾ ഞാൻ റിട്ടയറാണ്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ തോമ പറയും, കുഞ്ഞച്ച എന്നെ ഒന്ന് തുറന്നു വിടാം കുറച്ച് നേരത്തേക്ക്. ആ തോമ പറയും, നീ എന്തായി പറയുന്നത്? കുഞ്ഞച്ചപ്പ നീ എന്താ പറയുന്നത്? നിന്നെ തുറന്നു വിടാനും എൻ്റെ തുച്ഛമായി കെട്ടാൻ പോകുന്ന പെൻഷൻ പോലും ഇല്ലാതാവും. അതുകൊണ്ട് അത് നടക്കില്ല. അപ്പം പേടിക്കണ്ട, ഞാൻ തിരികെ വരും. എന്നിട്ടും പളുങ്ക് കുഞ്ഞച്ചൻ്റെ ഒരു ഭയം. അപ്പോൾ അവിടുത്തെ SI എന്ന് പറയുന്നത് കടുവാമാത്തനാണ്. കടുവാമാത്തനം എന്ന് പറഞ്ഞാൽ ക്രൂരതയുടെ പര്യായമാണ്. അത് പോലീസുകാരോടായാലും കൊള്ളാം, അവിടെ വരുന്ന പ്രതികളോടായാലും കൊള്ളാം. അപ്പോൾ അതൊക്കെ പേടി വിറക്കുകയാണ്. അപ്പോൾ തോമ പറയും, പുതിയ പോലീസുകാരൊക്കെ ആണെങ്കിൽ നിങ്ങളെപ്പോലെ പേടിത്തൂരികളൊന്നുമല്ല. അവരാണെങ്കിൽ പണ്ട് തന്നെ തുറന്നു വിട്ട് കാര്യം കണ്ടത്. അപ്പോൾ പളുങ്ക് കുഞ്ഞച്ചിരിച്ച് വീര്യം കൂടും. അതൊക്കെ വിടും. പഴയ ആളുകൾ തന്നെയാണ് ഉശിരുള്ളവർ. തുറന്നു കൊടുക്കും. എടാ എന്നെ പറ്റിക്കരുത് കേട്ടാ, കുഴഞ്ഞു പോകും ഞാൻ. നീ വരുമോ? എനിക്ക് 1 മണിക്കൂർ തന്നാൽ മതി. പോവുകയാണ്. ആ മഴയത്തേക്ക് ഇറങ്ങി പോവുകയാണ് തോമ. അപ്പോൾ തോമയുടെ മനസ്സിലൊരു കാര്യമുണ്ട്. എന്നാൽ പണ്ട് പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ അവിടെ 1-ാം തരം സ്വർണ്ണക്കുരിശ് കണ്ടിരുന്നു. അന്ന് മുതൽ തോമ മനസ്സിലിട്ട് ആലോചിക്കുന്നതിൻ്റെ പള്ളിക്കെത്തിനായി പൊൻകുരിശ്. കർത്താവിനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പിന്നെ ഇവരെന്തിനായി സ്വർണ്ണക്കുരിശ് കൊണ്ട് നടക്കുന്നത്? അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ മതിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ, ഈ ചോദ്യം. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ടാണ് തോമ പോകുന്നത്. അങ്ങനെ പള്ളിയിൽ പോയിട്ട് കുരിശ് അങ്ങനെ തന്നെ എടുക്കില്ല. കുരിശിൻ്റെ ഒരു ഭാഗം ഒടിച്ചെടുക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ പളുങ്ക് കുഞ്ഞച്ചൻ തീക്കുണ്ടത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ഈ പഹയൻ വരുമോ, വരില്ലേ, പോകുമോ, എൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുമോ, എൻ്റെ 7 പെൺമക്കൾ അനാഥമാകുമോ, എൻ്റെ ഭാര്യയുടെ ഗതി എന്താവും, ഇങ്ങനെ വിറവിട്ട് നിൽക്കുകയാണ്. പക്ഷെ പറഞ്ഞ പോലെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നനഞ്ഞ് കുതിർന്ന് തോമ വരികയാണ്. തോമ വന്നിട്ട് ഇത് ഒരു തുണിപ്പൊതി അകത്ത് കൊടുത്തിട്ട് വേഗം എന്നെ അകത്താക്കി ലോക്ക് ചെയ്യാൻ പറയും. അകത്താക്കി ലോക്ക് ചെയ്യും. ഒരു കഷ്ണം കൊടുക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു 6 ഇഞ്ച് നീളമുണ്ട്, 3/4 ഇഞ്ച് കനമുണ്ട്,
ഒരു 6 വീതിയുണ്ട്, സ്വർണ്ണമാണ്. എന്തെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാൻ പറയാം. സ്റ്റേഷൻ്റെ പുറകിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് വന്നു. പിറ്റേന്ന്